ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജി പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഡിസ്കഷനായിട്ടാണ്. നമുക്ക് 9ാം ക്ലാസ്സിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ മൊത്തവും 4 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ ആണ്. അതിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്റർ 1 പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ഫസ്റ്റ് തന്നെ നമുക്കൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്ററിൽ എന്താണ് എഴുതിയേക്കുന്നതെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ലെറ്റ് us unite to regain our green earth. നമുക്ക് നമ്മുടെ പച്ചപ്പുള്ള ഭൂമിയെ തിരിച്ചു പിടിക്കുവാൻ ഒരുമിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കൈകോർക്കാം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പച്ചപ്പുള്ള ഭൂമി ഇപ്പോൾ മാറി മാറി വരുന്നുണ്ടെന്ന്. അതുപോലെ ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു എർത്തിൻ്റെ പകുതി ഭാഗം ഗ്രീൻ ഷെയ്ഡിലും പകുതി ഭാഗം ബ്രൗൺ ഷെയ്ഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പച്ചപ്പുള്ള നമ്മുടെ ഭൂമി മാറി മാറി വരികയാണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ പച്ചപ്പ് തിങ്ങി നിറഞ്ഞ നമ്മുടെ ആ ഒരു ഭൂമി ഇപ്പോൾ മാറി ഓരോ മനുഷ്യന്മാരുടെ പ്രവർത്തനം മൂലവും മറ്റും നമ്മുടെ ഭൂമി വളരെ അപകടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ തന്നിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. എ പോസ്റ്റർ ഡിസൈൻഡ് ബൈ സംഗീത് ഫോർ എ പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദ മെസ്സേജ് സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ് ഈസ് പ്രസൻറ്റഡ് എബവ്. അതായത് സംഗീത് എന്ന് പറയുന്നൊരു കുട്ടി സേവ് എർത്ത് ഫ്രം ഗ്ലോബൽ വാർമിംഗ് എന്ന വിഷയത്തോടനുബന്ധിച്ച് ഡിസൈൻ ചെയ്തെടുത്ത ഒരു പോസ്റ്ററാണ് നമ്മൾ മുകളിൽ കണ്ടത്. അപ്പോൾ വാട്ട് ഇൻഫറൻസ് ക്യാൻ യു ഫോർമുലേറ്റ് ഫ്രം ദിസ്? നമുക്ക് ആ പോസ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ എർത്ത് പല കാരണങ്ങൾ മൂലവും അപകടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ പച്ചപ്പുള്ള ഭൂമിയെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ നമുക്ക് ഒരുമിക്കാം എന്നൊക്കെയാണ് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ പോസ്റ്ററിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാകുന്നതെന്ന് അറിയാൻ പറ്റി. ഇനി നോക്കാം. യു ഹാവ് ഹേർഡ് എബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. നിങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പഴയ ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ്? നോക്കാം. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിനൻ വിച്ച് ലെഡ്സ് ടു ദ റൈസ് ഇൻ ദ എർത്ത്സ് ടെമ്പറേച്ചർ. ഒരു അപകടകരമായ പ്രതിഭാസമാണ് ഇത്. നമ്മുടെ ഭൂമിയിലുള്ള താപനില വർദ്ധിപ്പിക്കുവാൻ നയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സുനാമി, അതുപോലെ തന്നെ മറ്റു അപകടകരമായ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. സുനാമി, പിന്നെ ഈ അഗ്നിപർവ്വതം പൊട്ടലൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഉള്ളൊരു പ്രതിഭാസമാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭൂമിയിലുള്ള താപനില വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കുന്നു. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള താപനില വളരെയധികം വർദ്ധിക്കും. ഓക്കെ. അപ്പം ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്, അതായത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാരണം. ഒത്തിരി കാരണങ്ങളുണ്ടാവാം, എന്നാലും ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള റീസൺ ഏതാണ് ഗ്ലോബൽ വാർമിങ്ങിന്? അതെ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മെയിൻ റീസൺ. നോക്കേ, പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദിസ് ടു എ സർട്ടൈൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ഇത് പ്ലാന്റ്സിനൊക്കെ തടയാൻ സാധിക്കും. അനലൈസ് ഇല്ലുസ്ട്രേഷൻ
1.1 given below based on the indicators and prepared notes in the science diary. ഇല്ലുസ്ട്രേഷൻ 1.1 നമുക്ക് നോക്കിയിട്ട് ഒരു സയൻസ് ഡയറിയിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ പ്രിപ്പയർ ചെയ്യാം. നോക്കിയേ, നമുക്ക് ആ ഡയഗ്രം ഒന്ന് നമുക്ക് നോക്കാം. ആ ഡയഗ്രാമിൽ 6 കോളമാണ് കൊടുത്തിട്ടുള്ളത്. 6 കോളത്തിലും തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്ലാന്റ്സ്, ഗ്ലൂക്കോസ്, അറ്റ്മോസ്ഫിയർ O2 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, പിന്നെ ആനിമൽസ്, റെസ്പിറേഷൻ എന്താണെന്നറിയാമല്ലോ. നമ്മുടെ ഓക്സിജൻ ഉള്ളിലേക്ക് വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയും ചെയ്യുന്നതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അറ്റ്മോസ്ഫിയറിക് CO2 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള 6 കോളംസിൽ കൊടുത്തിരിക്കുന്നതിൻ്റെയും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ ആരോസ് എങ്ങോട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡയഗ്രാംസിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. നോക്കിയേ, പ്ലാന്റ്സിൽ നിന്നും ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് 2 ആരോസ് പുറത്തോട്ട് വിടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയേ, ഗ്ലൂക്കോസും അറ്റ്മോസ്ഫിയർ O2. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാന്റ്സിൻ്റെ ഫുഡാണെന്ന് വിചാരിക്കുക. ദെൻ അറ്റ്മോസ്ഫിയർ O2 അത് എന്താണ്, അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അപ്പോൾ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് ഗ്ലൂക്കോസും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും പുറത്തോട്ട് തരുന്നു. അങ്ങനെ ആ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ നേരെ ആനിമൽസിലോട്ടും ഗ്ലൂക്കോസിനെ നേരെ ആനിമൽസിലോട്ട് വരച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസിനെ ആനിമൽസിലോട്ട് വരച്ചതിൻ്റെ കാരണം പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് എന്തായാലും ആനിമൽസൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനാണ്. അതുപോലെ ആനിമൽസിൻ്റെ തൊട്ട് വരച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനാണ് ആനിമൽസും ശ്വസിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഓക്സിജൻ ആനിമൽസിലോട്ട് വരച്ചിട്ടുണ്ട്, അതായത് ഓക്സിജൻ ആനിമൽസ് ശ്വസിക്കുവാൻ. നെക്സ്റ്റ് നോക്കിയേ, റെസ്പിറേഷൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓക്സിജൻ ഉള്ളിലേക്ക് വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്നതിനാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ആ ഓക്സിജനെ ആനിമൽസ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്? ഫോർ റെസ്പിറേഷൻ. നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന റെസ്പിറേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ റെസ്പിറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തോട്ട് വരുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആര് വലിച്ചെടുക്കുന്നു? പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കിയേ, പ്ലാന്റ്സിൽ നിന്ന് റെസ്പിറേഷനിലോട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, ഫോർ റെസ്പിറേഷൻ. പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ പ്ലാന്റ്സ് പുറത്തോട്ട് ഓക്സിജനെ വിടുന്നു, ഗ്ലൂക്കോസും തരുന്നു. അങ്ങനെ അത് രണ്ടും വീണ്ടും ആനിമൽസിലോട്ട് പോകുന്നു, നടക്കുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുന്നു, പ്ലാന്റ്സ് അതിനെ അബ്സോർബ് ചെയ്യുന്നു. ഇതൊരു സൈക്കിൾ പോലെ തുടർച്ചയായിട്ടിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ ഈ ഒരു ഇല്ലസ്ട്രേഷൻ 1.1 നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ താഴെ 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കത് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. വൈ ഡസൻറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയാത്തത്? എന്തുകൊണ്ടാണ്? അതെ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് മൂലം അത് ഓക്സിജനെ പുറത്തോട്ട് തള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് കറക്റ്റീവായിട്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടത്തുകയാണെങ്കിൽ പ്ലാന്റ്സ് ഓക്സിജനാണ് പുറത്തോട്ട് തള്ളുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഒരു കുറവും ഉണ്ടാകുകയില്ല. കാരണം പ്ലാന്റ്സ് നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ പുറത്തോട്ട് തള്ളി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഇങ്ങനെ നമുക്ക് ഫോട്ടോസിന്തസിസ് മൂലം ഈ ഓക്സിജൻ തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ കുറയുന്നില്ല. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നോക്കാം. വൈ ഡസൻറ്റ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാത്തത്? എന്തുകൊണ്ടാണ്? നമ്മൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തുകൊണ്ട് ഇങ്ങനെ അധികരിച്ച് നിൽക്കുന്നില്ല?
അതെ, നമ്മുടെ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് മൂലം പ്ലാന്റ്സിന് ഉള്ളിലോട്ട് വലിച്ചെടുക്കാൻ എന്താവശ്യമാണ്? നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അധികരിക്കില്ല. കാരണം എന്താണ്? പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. Then next, which process in the plants regulate the level of oxygen and carbon dioxide in the atmosphere? നമ്മൾ ഈ മുകളിൽ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യനിലും എന്തുകൊണ്ടാണ് ഓക്സിജൻ കുറയാത്തതും കാർബൺ ഡൈ ഓക്സൈഡ് എന്തുകൊണ്ടാണ് വർദ്ധിക്കാത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് പ്ലാന്റ്സിൻ്റെ ഏത് പ്രോസസ്സാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹാവ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ പ്ലാന്റ്സ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പ്ലാന്റ്സ് എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദി ഫാക്ടേഴ്സ് അതർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് നമുക്ക് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഒഴിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത്. നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഫാക്ടേഴ്സാണ് വേണ്ടത്. മിനറൽസ് ആൻഡ് സാൾട്ട് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വേണം? ക്ലോറോഫിൽ വേണം, അതുപോലെ വാട്ടർ വേണം, സൺലൈറ്റ് വേണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാൻ പാടില്ല, ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ക്ലോറോഫിൽ എന്നും വാട്ടർ എന്നും സൺലൈറ്റ് എന്നും എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേർ ഡു പ്ലാന്റ്സ് അക്വയർ ദിസ് ഫാക്ടർ ഫ്രം ഗസ്? എവിടെ നിന്നാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ലഭിക്കുന്നത്? മിനറൽസ് ആൻഡ് സാൾട്ട് ഫ്രം സോയിൽ. മിനറൽസും സാൾട്ടും ഒക്കെ എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്? മണ്ണിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ വാട്ടറും മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിലുള്ളത് തന്നെയാണ്. പിന്നെ സൺലൈറ്റ് അതെവിടെ നിന്നാണ്? സൂര്യനിൽ നിന്ന് കിട്ടുന്നു. ദെൻ നെക്സ്റ്റ് നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് താരാസ് ഡൗട്ട്? നിങ്ങൾ താരയുടെ ഡൗട്ട് ശ്രദ്ധിച്ചോ? എന്താണ് താരയുടെ ഡൗട്ട്? അത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവൾ ഒരു മരത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവളുടെ ഡൗട്ട് അവൾ ചോദിക്കുവാണ്. വൈ ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ദി ലീഫ് ഗ്രീനർ ദാൻ ദി ലോവർ പാർട്ട്? ശരിയാണ്, നമുക്കും അങ്ങനൊരു സംശയം വന്നേക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത് അവൾ? എന്തുകൊണ്ടാണ് ഈ ചെടികളുടെയും മരങ്ങളുടെയൊക്കെ താഴത്തെ പാർട്ടിനെക്കാട്ടിലും നല്ല ഗ്രീൻ കളറായിരിക്കും മുകളിലത്തെ പാർട്ട്? അതിൻ്റെ കാരണം എന്താണെന്നാണ് അവൾ ചോദിച്ചേക്കുന്നത്. എന്താണ് കാരണം? അതോടൊപ്പം നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ പോയിട്ട് ഇത് നിങ്ങളൊന്ന് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്കത് പറ്റില്ല. എന്നാലും നമ്മൾ വീട്ടിലിറങ്ങിയാൽ നമ്മുടെ മരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്, അതായത് ലീവ്സ് ഇലകളിലെ വർണ്ണങ്ങൾ. നോക്കിയേ. യു നോ ദാറ്റ് ക്ലോറോഫിൽ ഇമ്പാർട്ട്സ് ഗ്രീൻ കളർ ടു പ്ലാന്റ്സ് പാർട്ട്. നമുക്കറിയാം ക്ലോറോഫില്ലാണ് നമ്മുടെ സസ്യങ്ങളുടെ വിവിധ തരം പാർട്ടുകളിലും ക്ലോറോഫില്ലാണ് പച്ച നിറം കൊടുക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ഒബ്സർവ് ദി സെക്ഷൻ ഓഫ് എ ലീഫ് ത്രൂ എ മൈക്രോസ്കോപ്പ്. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്ലോറോഫില്ലാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ പല പാർട്സിനും ഗ്രീൻ കളർ കൊടുക്കുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ ഈ താഴ്ഭാഗത്തുള്ള ലീവ്സിനെക്കാട്ടിൽ കൂടുതൽ ക്ലോറോഫിൽ മോൾ ഭാഗത്തുള്ള ലീവ്സിലുള്ളത് കൊണ്ടാണ് താഴ്ഭാഗത്തെക്കാട്ടിലും നല്ല ഗ്രീൻ കളറിലുള്ള ലീവ്സ് മോൾ ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇനി അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ലീവ്സിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പ് വഴി ഒന്ന് നിരീക്ഷിക്കാനാണ്. ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് illustration 1.2 and description and formulate your inference. നിങ്ങൾ
ഇല്ലസ്ട്രേഷൻ 1.2 നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇൻഫറൻസ് ഒക്കെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജിലുള്ള ഇല്ലസ്ട്രേഷൻ 1.2 ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 1.2 നോക്കാം. അത് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ലീഫിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. അങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡേം ടിഷ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ലീഫ് ക്രോസ് സെക്ഷൻ്റെ താഴ്ഭാഗത്തുള്ള സ്റ്റൊമേറ്റയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം പ്ലാന്റിൽ നിന്നും എടുത്തതായതിനാൽ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഒരു ടിഷ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാന്റ് സെൽസ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് സെൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് കാണാൻ സാധിക്കും. നമുക്കറിയാം പ്ലാന്റ് സെല്ല് യൂക്കാരിയോട്ടിക് ആണ്, അതായത് അതിനൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലും ഉണ്ട്. അങ്ങനെ ആ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. ഇപ്പോൾ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന് എന്തുണ്ടാകും? മെംബ്രെയിൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഡബിൾ മെംബ്രെയിൻ ആണ്. അപ്പോൾ 2 മെംബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഡബിൾ മെംബ്രെയിൻ എന്ന് തന്നിരിക്കുന്നത്. ദെൻ സ്ട്രോമ, അതായത് അവിടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്, അതായത് നമുക്ക് കാണാം പിക്ചറിൽ, അതിന് സ്ട്രോമ എന്ന് പറയും. പിന്നെ ഗ്രാന എന്ന് പറയുന്നത് പാക്ക് ഓഫ് മെംബ്രെയിനസ് സാക്സ്, അതായത് ആ പിക്ചറിൽ നമുക്ക് കുറേ കോയിൻ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോയിനിന് പറയുന്ന പേരാണ് എന്ത്? തൈലക്കോയിഡ്. അങ്ങനെ ആ സാക്കുകൾ ചേർന്ന തൈലക്കോയിഡ് സാക്കുകളൊക്കെ ചേർന്ന ആ പാക്കിന് പറയുന്ന പേരാണ് ഗ്രാന. മനസ്സിലായോ? അതിൽ ഒരെണ്ണമാണെങ്കിൽ തൈലക്കോയിഡ്, അത് നമുക്ക് ഈ പഠിക്കാനില്ല എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആ ഒരു തൈലക്കോയിഡ് സാക്കുകൾ ചേർന്നുണ്ടാകുന്ന ആ ഒരു പാക്കിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ആ പാരഗ്രാഫിലോട്ട് പോവാം. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസ് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. അപ്പം ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ്, അത് ഇലകളിൽ മാത്രമല്ല നടക്കുന്നത്, ബട്ട് ഇൻ റീജിയൻസ് വെയർ അവർ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസൻറ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള എവിടെയും എന്തും നടക്കും? ഫോട്ടോസിന്തസിസ് നടക്കും. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ലീവ്സ് ഇല്ലാത്ത ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അറിയാം. അതിനൊരു ഉദാഹരണമാണ് കാക്ടസ്, കള്ളിമുൾച്ചെടി. അതിനെന്ന് പറഞ്ഞാൽ ഇലകളെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചില്ല, പക്ഷേ അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിൻ്റെ ആ തണ്ട് പോലെ ഇരിക്കുന്നതിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ഇലകളിൽ മാത്രമല്ല ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, വേറെ ഓർഗൻ, അതായത് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള വേറെ ഓർഗനിലും ഫോട്ടോസിന്തസിസ് നടക്കും. Pigments that absorb sunlight are found in the grana of chloroplast. അതായത് സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റുകൾ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ് കാണപ്പെടുന്നത്. ഗ്രാന എന്തുവാ നമ്മൾ പഠിച്ചു? എന്താണ്? പാക്ക് ഓഫ് മെംബ്രെയിനസ് സാക്ക്, അതായത് ആ കോയിൻ പോലെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന സാധനത്തിനാണ് ഗ്രാന എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിലാണ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ഗ്രാന. അതായത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും ഒക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രാനയിലുള്ള വർണ്ണകങ്ങൾ. ഓൾ ദീസ് പിഗ്മെൻറ്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ഈ പറഞ്ഞ എല്ലാ പിഗ്മെൻറ്റ്സും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, സൂര്യപ്രകാശത്തെ വലിച്ചെടുക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും ഒക്കെ സൂര്യപ്രകാശത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ച് എടുക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്.
However, only chlorophyll A can participate directly in photosynthesis. അതായത് ക്ലോറോഫിൽ എയ്ക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഈ ക്ലോറോഫിൽ എയും ബിയും കരോട്ടിനും സാന്തോഫിലും ഒക്കെ പറഞ്ഞെങ്കിലും ക്ലോറോഫിൽ എയ്ക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. All other pigments absorb light and transfer it to chlorophyll A. അതായത് ക്ലോറോഫിൽ എ അല്ലാത്ത ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ എയ്ക്കും ബിക്കും കരോട്ടിനും സാന്തോഫിലിനും ഒക്കെ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ കഴിയും. പക്ഷേ ക്ലോറോഫിൽ എയ്ക്ക് മാത്രമേ ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും ഒക്കെ എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് അവർ 3 പേരും കൂടി ലൈറ്റിനെ വലിച്ചെടുത്തിട്ട് അത് ക്ലോറോഫിൽ എയ്ക്ക് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്യും. ഹെൻസ് ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അതുകൊണ്ട് ബാക്കിയുള്ള ഈ പിഗ്മെൻറ്റ്സ് ഇല്ലേ, ക്ലോറോഫിൽ എ അല്ലാത്ത ക്ലോറോഫിൽ ബിയിനെയും കരോട്ടിനെയും സാന്തോഫിലിനെയും നമ്മൾ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ എയ്ക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പിഗ്മെൻറ്റ്സായ ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും കൂടി ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ടാണ് ആ 3 പിഗ്മെൻറ്റ്സായ ക്ലോറോഫിൽ ബിയിനെയും കരോട്ടിനെയും സാന്തോഫിലിനെയും ആക്സസറി പിഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അതായത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ആൻസർ എന്തുവാ? ഡബിൾ മെംബ്രെയിൻ, സ്ട്രോമ, ഗ്രാന. ഇതൊക്കെയാണ് ഡബിൾ മെംബ്രെയിൻ, സ്ട്രോമ, ഗ്രാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിഗ്മെൻറ്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലുള്ള പിഗ്മെൻറ്റ്സിൻ്റെയൊക്കെ റോൾ എന്താണെന്ന്. ഉത്തരം എന്തുവാ? അബ്സോർബ് സൺലൈറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി അടുത്ത ഭാഗം മുതൽ അടുത്ത വീഡിയോയിലാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.